ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്താണെന്ന് പറയട്ടെ. കഞ്ഞിപ്പയർ, ചെറുപയർ എന്നൊക്കെ പറയും, അത് വെച്ചിട്ടുള്ള ഒരു ഉപ്പേരി കൂട്ടാനാണ് കേട്ടോ. അതാണ് എൻ്റെ റെസിപ്പി. നമ്മൾ ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും, കഞ്ഞിക്കൊക്കെ അടിപൊളി ആയിട്ട് നമുക്ക് കൂട്ടാട്ടോ. കഞ്ഞിയുടെ കൂടെയും പിന്നെ ഞാനിപ്പോൾ ഇത് സ്കൂളിലേക്ക് കൊടുത്തേക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ എന്നും പറയണ പോലെ തന്നെ നമ്മൾ ചട്ടി അടുപ്പത്ത് വെക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക. അതിന് ശേഷം ഞാൻ പച്ചമുളക് ഒന്നിങ്ങോട്ട് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു സ്മെല്ലും അത് കടിച്ച് തിന്നുക എന്നുള്ളൊരു മൈൻഡിലാണ് അങ്ങനെ ചെയ്യണത്. ഞങ്ങളവിടെ അങ്ങനെ ചെയ്യുക കേട്ടോ. ഇവിടെ അങ്ങനെ ചെയ്യാൻ ശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്, പിന്നെ സബോള ഇട്ടിട്ടുണ്ട്, കറിവേപ്പില ഇട്ടിട്ടുണ്ട്. നന്നായി ഇളക്കി കൂട്ടുക. അതിന് ശേഷം ചുമന്ന കളറായി വരുമ്പോഴാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇടേണ്ടത് കേട്ടോ. നന്നായി മൂത്ത് വരണേ. അതിന് ശേഷം കേട്ടോ, ഇതിന് ഇപ്പം ഞാൻ അതെ ഉപ്പ് നോക്കിയിട്ടുണ്ട്. ഉപ്പിടണം. ഞാൻ കഞ്ഞിപ്പയർ ചെറുപയർ എന്നൊക്കെ പറയില്ലേ, അത് വേവിക്കുന്ന ടൈമിന് കുക്കറിൽ ഞാൻ ഒരു പയറിലും ഞാൻ ഉപ്പിട്ട് വേവിക്കാറില്ല. എൻ്റെ ഒരു വിശ്വാസത്തിൽ പെട്ടെന്ന് വേവില്ല എന്നുള്ളൊരു വിശ്വാസമുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. പക്ഷേ വേവുന്നവരുണ്ടായിരിക്കും. പക്ഷെ ഇപ്പോഴാണ് കേട്ടോ ഉപ്പിടുന്നത്, വേവിക്കുമ്പോൾ ഇടാറില്ല. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് ഞങ്ങളെ വീഡിയോസൊക്കെ കാണുന്നുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. അല്ലെങ്കിൽ വീഡിയോസ് കണ്ടു കഴിഞ്ഞാലൊക്കെ അഭിപ്രായം പറയണം കേട്ടോ. ലൈക്ക് ചെയ്യാനോ കമൻറ്റ് ചെയ്യാനോ ഒന്നും മറക്കരുത് കേട്ടോ. പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇവിടെ എല്ലാവർക്കും പനിയാണ്, മക്കൾക്കൊക്കെ പനിയാണ്. പനിയുടെ ഒരു സീസണല്ല, അപ്പോൾ എല്ലാവരും നന്നായി ശ്രദ്ധിക്കുക. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഹോസ്പിറ്റലിൽ പോക്ക് തന്നെയാണ് പണി. അതിൻ്റെ ഇടയിൽ കുറച്ച് സമയം മാത്രമേ കിട്ടുന്നുള്ളൂ. കുറച്ച് ദിവസം മുന്നേ അതാണ് വീഡിയോസ് ഇടാണ്ടിരുന്നത് കേട്ടോ. പിന്നെ ഇപ്പോൾ നമ്മളെ സബോള വഴണ്ടി വന്നിട്ടുണ്ട്, റെഡ് കളറായി കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. നന്നായി മൂത്ത് വരണം കേട്ടോ, എന്നാലാണ് ഒരു ടേസ്റ്റ് കിട്ടുക കേട്ടോ. ഒരു പകുതി മൂത്ത് വരുമ്പോഴത്തേനും നമ്മൾ കൊട്ടിയിടൂലേ, പകുതി മൂത്ത് വരുമ്പോഴത്തേനും ഇടണ പയറും കടല അങ്ങനെയൊക്കെ വരുമ്പോൾ അത്ര ടേസ്റ്റ് വരില്ല കേട്ടോ. അതിന് ശേഷം ഞാൻ കുക്കറിൽ വേവിച്ച് വെച്ച കഞ്ഞിപ്പയറാണ് കേട്ടോ. അത് നന്നായി ഇളക്കി കൂട്ടുക. പിന്നെ നന്നായി ഇളക്കി കൂട്ടുക കേട്ടോ. പിന്നെ ഞാനിത് സ്കൂളിലേക്ക് കൊടുത്തയക്കാനും ഞങ്ങൾക്ക് ഉച്ചക്കും കൂടിയിട്ടാണ് ഈ കൂട്ടാനുള്ളത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. ഇതുവരെ എല്ലാവരും വീഡിയോസ് കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക് യു കേട്ടോ. പിന്നെ നിങ്ങളുടെ കമൻറ്റൊക്കെയാണ് ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുക. ഉപ്പ് നോക്കിയിട്ട് ജസ്റ്റ് പാകത്തിന് എനിക്കില്ല, ഉപ്പ് കുറവായതുകൊണ്ടാണ് രണ്ടാമത് ഇട്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ആ ഒരു സബോള വാടി വരുന്ന ടൈമിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. വീഡിയോസിൽ പെട്ടിട്ടില്ല എന്നാണ് തോന്നുന്നത്. കുറച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒന്നും കൂടി എരിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇട്ടത് കേട്ടോ. ഇളക്കി കൂട്ട കുറച്ച് വെള്ളമൊക്കെ ബാലൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കണതാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ അപ്പോൾ നമ്മളെ കഞ്ഞിപ്പയറിൻ്റെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.